ദേ ഇവനാണ് ഇന്നത്തെ നമ്മുടെ താരം. ഇത് ഒട്ടുമിക്ക എല്ലാ വീട്ടിലും ഉണ്ടാവും. എൻ്റെ വീട്ടിലും ഉണ്ട്. ഒളിമ്പിക്സിന് മെഡൽ കിട്ടിയ പോലെയാണ് ദോ ഈ സാധനം ഞെളിഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നാറുള്ളത്. സമയം കളയാതെ ഇയാളെ സുന്ദരനാക്കൂ സുന്ദര എന്ന് പറയുന്ന പോലെ 3 കളേഴ്സ് ഇവനെ സുന്ദരനെ കുട്ടപ്പനാക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. എന്നാൽ അതേ സ്ഥാനത്ത് 4 കളറാണ് വേണ്ടത്. ഒന്ന് ഞാൻ മറന്നുപോയി. ഡാർക്ക് ഗ്രീൻ ആണ് എൻ്റെ കയ്യിലുള്ള. അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് കുറച്ച് വൈറ്റ് ആഡ് ചെയ്തപ്പോൾ ഇതോ ഈ ഒരു ഷെയ്ഡിൽ കിട്ടിയിട്ടുണ്ട്. ഇത് എന്നിട്ട് അടിച്ചു കൊടുക്കുക. സംഭവം ഇത് ആദ്യം അടിച്ചു വന്നപ്പോൾ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ രണ്ടാമത് അടിക്കാൻ നോക്കിയപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഡിസൈൻ ഞാൻ മാറ്റി. എന്നോടാ കളി. പൊതുവേ ക്രാഫ്റ്റ് ചെയ്യുന്നവർക്കറിയാം, ഇങ്ങനത്തെ വല്ല കുപ്പി കിട്ടിയാൽ അപ്പം തന്നെ അമ്മേനോട് പറയും, അമ്മ അത് കളയരുത്, എനിക്ക് വേണം എന്നുള്ളത്. ഞാനും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ ഈ കുപ്പി എടുത്ത് വെച്ചത്. എന്ന് വെച്ച് ബിയർ ബോട്ടിൽ മാത്രമല്ല കേട്ടോ എടുത്തു വെക്കാൻ പറയുന്നത്. പകരം നമ്മൾ ഈ വാങ്ങിച്ചുകൊണ്ട് വരുന്ന കേക്കിലുണ്ടാകുന്ന കേക്ക് ബോർഡ് ഉണ്ടാവില്ലേ, അതിന് താഴെ ഉണ്ടാകുന്ന അതടക്കം എടുക്കും. അതേപോലെ തന്നെ നമ്മൾ ഈ മാഗി വാങ്ങുമ്പോൾ കണ്ട അതിലൊരു കട്ടിയുള്ളൊരു ഷീറ്റ് കിട്ടുന്നത്, അതടക്കം ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ വെച്ചിട്ട് എന്തുണ്ടാക്കണം എന്ന് ഞാൻ ഇപ്പോഴും ഒരു കൺഫ്യൂഷനിലാണ്. ആ ടൈമിന് നമുക്കൊന്നും മനസ്സിലാവില്ല എന്താ ഉണ്ടാക്കേണ്ടതെന്ന്, ഒരു ഐഡിയ ഇല്ലാണ്ടായിരിക്കും എടുത്ത് വെക്കുക. പക്ഷെ പെട്ടെന്നായിരിക്കും ഒരു ബോധം വരുന്നത്, ഓക്കെ ഇത് വെച്ച് ഇത് ഉണ്ടാക്കാമല്ലോ എന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഓൾമോസ്റ്റ് ഞാൻ എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. അല്ല, കഥ പറഞ്ഞ് വീഡിയോൻ്റെ ലാസ്റ്റത്തെ കാര്യം ഞാൻ മറന്നുപോയി കേട്ടോ. ആക്ച്വലി ഇപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം. അതെ ഗൈസ്, ഞാനൊരു വാട്ടർ മെലൺ തീമിലുള്ളൊരു ബോട്ടിൽ ആർട്ടാണ് ചെയ്തിരിക്കുന്നത്. സംഭവം സിമ്പിളാണ്. ചെറിയ കുട്ടികൾക്കടക്കം വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഭയങ്കര കുറച്ച് ടൈമിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ. ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിട്ടില്ല. കാരണം ക്ഷമ എന്നുള്ള വാക്ക് എൻ്റെ ഡിക്ഷണറിയിൽ ഇല്ല.